നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം നല്ലപോലെ വെളുക്കാനും പാല് പോലെ വെളുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ലപോലെ വെളുക്കാൻ സഹായിക്കുന്നത് 1, 2, 3 ദിവസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടൊന്നും നമുക്ക് വെളുക്കില്ല. നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കണം. ആഴ്ചയിൽ 3 വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ പാക്ക് നമുക്ക് മിക്സ് ചെയ്ത് വേണിച്ചെടുത്ത് വെക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെ എടുത്ത് വെക്കേണ്ടതെന്ന് ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചു തന്നതിന് ശേഷം പറഞ്ഞുതരാം. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസം പറയുമ്പോൾ ഓരോ ദിവസം ഇടവിട്ടിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ മുഖത്തുള്ള കണ്ണടിയിലെ ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കും. പിഗ്മെൻറ്റേഷൻ ഉണ്ടച്ച പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കും. മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കും. ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് ഓരോ ദിവസം ഇടവിട്ട് 3 ദിവസം വെച്ച് നിങ്ങൾ 1 മാസം തുടർച്ചയായി ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ പ്രതീക്ഷയിൽ അപ്പുറം റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരാണ്. ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ സ്കിൻ വൈറ്റനിങ്ങിനും സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിതിൽ എന്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വന്നാലോ? അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച് എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാക്കിന് ആദ്യം ആവശ്യം ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത്ര വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെച്ചാൽ ധാരാളമായി നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞോ തൊലി കളയാതെ നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ് ചെയ്തെടുക്കുക, മിക്സിയിൽ അരക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ദാ ഇവിടെ നല്ലപോലെ ആ ഒരു ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കുക ജ്യൂസ്. ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതിനൊരു കളർ മാറ്റം ഉണ്ടാവും കേട്ടോ. ആ കളറാണ് ഇത്. പിന്നെ ഞാൻ തൊലി കളയാതെ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ആ തൊലിയുടെ ആ ഒരു ഇതും കൂടിയാണ്. നല്ലപോലെ നിങ്ങൾ കഴുകിയതിന് ശേഷം ചെയ്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് മുഴുവൻ എടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യം ഇത് ഉഴുന്നാണ്. ഉഴുന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഉഴുന്ന് നമ്മൾ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അരയ്ക്കുമ്പോൾ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഒരു കേടും കൂടാതെ ഇരിക്കും. അരച്ചിട്ടോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യം കടലമാവാണ്. കടലമാവ് നമുക്കിതിലേക്ക് 1/2 സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഉഴുന്നിൻ്റെ മാവ് അരച്ചതാണ്. ഉഴുന്ന് മാവ് അരച്ചതും അതുപോലെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും ഉഴുന്നും. അതുപോലെ തന്നെ മുഖം ക്ലീൻ ചെയ്യാൻ സഹായിക്കാനും മുഖം ഒന്ന് തിളങ്ങാനും ഒക്കെ നമ്മുടെ കടലമാവ് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ വെളുക്കാൻ ഏറ്റവും നല്ലതാണ്. ആഴ്ചയിൽ 3 വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി. ഓരോ ദിവസം ഇടവിട്ടിട്ട് എത്ര ടാൻ അടിച്ച മുഖമാണ് വെച്ചാലും എത്ര കരുവാളിച്ച് എത്ര കറുത്ത് പിഗ്മെൻറ്റേഷൻ പിടിച്ചിരിക്കുന്ന മുഖമാണ് വെച്ചാലും നിങ്ങൾ അടുപ്പിച്ച് ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് 1 മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്കിൻ നല്ല ക്ലിയറായി വെളുക്കാൻ ഇത് സഹായിക്കും. പിഗ്മെൻറ്റേഷൻ മെല്ലെ മെല്ലെ ലൈറ്റായി അത് പൂർണ്ണമായി മാറാനും ഈ ഒരു പാക്ക് മതി കേട്ടോ. അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിൽ ഏറ്റവും നല്ലതാണ്. നമുക്കൊരു ബ്ലീച്ച് പോലെ നമുക്ക് റിസൾട്ട് തരുന്ന സാധനമാണ്. പെട്ടെന്നാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറും, കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിൾ മാറാനൊക്കെ സഹായിക്കും. ഡെയിലി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വട്ടം ഉപയോഗിച്ചാൽ മതി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു. ഉഴുന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. നമ്മുടെ മുഖത്തെ പാടുകളും പിഗ്മെൻറ്റേഷനും എല്ലാം ചിലവർക്ക് ഡാർക്ക് സ്പോട്ട് ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ കടലമാവും നമ്മുടെ അഴുക്ക് കളയാനും എണ്ണമഴുക്ക് കളയാനും അതിൻ്റെ ഒപ്പം തന്നെ നല്ല സ്കിൻ വൈറ്റനിങ്ങിനും അത് നല്ലപോലെ സഹായിക്കും. അപ്പോൾ ഇത് 3 കൂടി പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല ഗുണമുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. അപ്പോൾ നമുക്കൊരു മസാജ് കൊടുക്കുക. നല്ല അടിപൊളി പാക്ക് പറഞ്ഞാൽ നല്ല അടിപൊളി പാക്കാണ്. ഉഴുന്ന് നിങ്ങൾക്ക് പൊടിച്ചെടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്നരയ്ക്കുമ്പോൾ ഉഴുന്നൊരു ഡപ്പയിൽ അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഉഴുന്ന് നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ അരച്ചതിന് പ്രത്യേക ഒരു ഇതാട്ടോ. പൊടിയേക്കാളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അധികവും അരച്ചത് മാറ്റി വയ്ക്കും. അത് ഒരു ഡപ്പയിലാക്കി മാറ്റി വയ്ക്കുക. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് മാറ്റി വെച്ചാൽ മതി. 3 ദിവസമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ പൊട്ടറ്റോ നമുക്ക് അപ്ലൈ ജ്യൂസ് എടുക്കണതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത് കറുത്ത് പോവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊട്ടറ്റോ ജ്യൂസ് അപ്ലൈ എടുക്കുക. പിന്നെ നമ്മുടെ കടലമാവ് പൊടിയാണല്ലോ നമുക്ക് അപ്ലൈ മിക്സ് ചെയ്ത് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മൾക്ക് കൂടിപ്പോയി പറഞ്ഞാൽ
നമുക്കിപ്പോൾ ഇന്ന് ഇതിപ്പോൾ മിക്സ് ചെയ്തു ഇത്രയുണ്ട്, ഇനി ഇതിൽ ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ നാളെ ഉപയോഗിക്കാതെ മറ്റന്നാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, കേടൊന്നും വരില്ല കേട്ടോ. ഇനി കൂടിപ്പോയി പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ കൂടെ കഴുത്തിലും കയ്യിലും ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചോ, അവിടത്തെയൊക്കെ ടാനും മാറാനും വെളുക്കാനും ഒക്കെ സഹായിക്കും, കാലിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നല്ല അടിപൊളി പാക്ക് പറഞ്ഞാൽ അടിപൊളി പാക്കാണ്. എല്ലാ വീട്ടിലുള്ളതാണ് ഉഴുന്ന്, എല്ലാ വീട്ടിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങായാലും കടലമാവായാലും നമുക്കിത് എത്ര സിമ്പിൾ പാക്കാണ് നോക്കി പക്ഷേ ഗുണം ഇരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു. ഇനി നമുക്ക് കഴുത്തിലും കൂടി ഒരു മസാജ് കൊടുക്കാം. മസാജ് കൊടുക്കുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമുക്ക് ഇരട്ടി ഒരു റിസൾട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിലും കൂടി തേക്കുകയാണ്. ഇപ്പം ഞാൻ മുഖത്തും കഴുത്തും ഒരു 5 മിനിറ്റ് നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. കാരണം അത് മൊത്തം ഞാൻ വീഡിയോ എടുത്തില്ല, നിങ്ങൾക്ക് അത് ബോറാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അതിന് ശേഷം ഞാനിപ്പോൾ ഇതാ മുഖത്ത് നല്ല കട്ടിക്കിട്ട് കൊടുക്കുകയാണ്. കഴുത്തിലും മുഖത്തും നല്ല കട്ടിക്കിട്ട് കൊടുക്കുക. പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ആയതുകൊണ്ട് നമ്മളിത് കളയാനുള്ള ഇടയിൽ വരുത്തരുത്. വീട്ടിലാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ മുഖത്തങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, വേസ്റ്റ് ചെയ്ത് കളയരുതേ. ഞാനിപ്പോൾ ഇതാ മുഖത്തും കഴുത്തിലും മസാജ് കൊടുത്ത് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലൊരിത്തിരി ഉള്ളൂ, അത് ഞാൻ കയ്യിലും കൂടി തേക്കും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മുഖത്തും കഴുത്തത്തി ഉണങ്ങിയുണ്ട്. ഈ സമയത്ത് നമുക്കിത് കഴുകിയിട്ട് റിസൾട്ട് കാണാം. നല്ല അടിപൊളി കളറാണ് വന്നിക്കണം കേട്ടോ. കഴുത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് എത്ര റിസൾട്ട് കിട്ടിയെന്നുള്ളത് എനിക്കറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളൊന്ന് അറിയിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും മുഖം നല്ലപോലെ ആ വെള്ളം ഒന്ന് ഉപ്പിയെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ടോണർ കഴുത്ത് മൊത്തം വെള്ളവും പാക്കിൻ്റെയും ഒക്കെ കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ടോണർ ഇത്രയായി. ഞാൻ ഇപ്പോഴും ടോണർ യൂസ് ചെയ്യണ ആളാണ്. ദിവസവും മുഖം എപ്പൊക്കെ കഴുകണം അപ്പൊക്കെ വെള്ളം ഒപ്പിയെടുത്തതിന് ശേഷം ഞാൻ ഈ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ എൻ്റെ സ്കിന്നിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനും വന്നത് ചെറുതായി ഒന്ന് ഇതായി പോകാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ടോണർ. കാരണം എന്താ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ടോണർ ആയതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ മാറാൻ അല്ലെങ്കിൽ മുഖത്തുള്ള പാടുകൾ മാറാൻ എന്നുള്ള ആ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ടോണർ ഉണ്ടാക്കുന്നത്. അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ടോണർ ഉണ്ടാക്കുക. അപ്പോൾ ദിവസം ഒരു 3-4 വട്ടമൊക്കെ നമ്മൾ ആ ടോണർ യൂസ് ചെയ്ത് തന്നെ മുഖത്തു നിന്ന് അങ്ങനെ ഉണങ്ങിപ്പോണ വരെ ഞാനത് അങ്ങനെ വെക്കും. അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തേക്കുക. പകലാണിച്ച് സൺസ്ക്രീൻ തേക്കുക, രാത്രി നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും റിസൾട്ട് കിട്ടിയ വിവരം എന്നെ അറിയിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.